ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോഴും നയനയും ആദർശും നാഗേന്ദ്രന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. നാഗേന്ദ്രയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ ജലജയ്ക്ക് മാത്രമാണ് പങ്കെന്നാണ് ആദർശ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ജലജ ചെയ്ത ചതി കൊണ്ട് മാത്രമല്ല, അതിന്റെ പിന്നിലും വേറെന്തോ രഹസ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ആദർശ് നയനയും ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. തറവാട്ടിലെ പലരോടും നാഗേന്ദ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖഭാവത്തിലും അവർ പ്രകടിപ്പിക്കുന്ന ദേഷ്യത്തിലുമൊക്കെ ആദർശനും നയനയ്ക്കും നല്ല സംശയമാവുന്നുണ്ട്. നാഗേന്ദ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുത്തശ്ശിയോടും ജലജയോടും ജാനകിയോടും അജയനോടും ഒക്കെ ചോദിക്കുന്ന സമയത്തും അവരും വല്ലാണ്ടങ്ങ് ദേഷ്യം കാണിക്കുകയാണ്. മറ്റൊരു കാര്യത്തിലും ഇത്രയധികം ദേഷ്യം കാണിക്കാത്ത അജയൻ നാഗേന്ദ്രയുടെ കാര്യം കേൾക്കുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര അധികം ദേഷ്യപ്പെടുന്നതെന്ന് ആദർശ് സംശയിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ദേവയാനിയോടും ജയനോടും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. അയാളുടെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് അവരും പറയുന്നത്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പോശം അവർക്ക് അത്രത്തോളം അറിയില്ല. എന്തായാലും ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്തിയേ മതിയാകുള്ളൂ എന്ന് ആദർശിന് തന്നെ ഉള്ളിന്റെ ഉള്ളിലൊരു വാശിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പുറമെ ആരോടും അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ആദർശ് ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ആദർശ നയനയും അവരുടേതായ അന്വേഷണങ്ങൾക്കൊടുവിൽ നാഗേന്ദ്രയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും അതെല്ലാം മുത്തശ്ശനോട് പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശനത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. തന്റെ സ്വന്തം മകനായ അജയൻ അവൻ ഇങ്ങനെ കാണിക്കുമെന്ന് മുത്തശ്ശൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തന്റെ മകനായ അജയന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ തന്നെയാണ് മുത്തശ്ശനും ആദ്യം പറയുന്നത്. തന്റെ സ്വന്തം മകനായ അജയൻ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യില്ലെന്നും അവൻ ഈ കുടുംബത്തിന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അവന്റെ മനസ്സിലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ മുത്തശ്ശൻ തന്നെ പറയുകയാണ്. അവസാനം തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും ആദർശ മുത്തശ്ശനെ അറിയിക്കുമ്പോൾ മുത്തശ്ശൻ തന്നെ അജയനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആദർശം നയനയും നാഗേന്ദ്രയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശ് പറഞ്ഞുകൊണ്ട് തന്നെ നയന ചെന്ന മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ആ സമയത്തും മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. നാഗേന്ദ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പിന്നാലെ പോകണ്ടെന്നും ഇനി നാഗേന്ദ്രയുടെ പേര് പോലും ഈ തറവാട്ടിൽ മിണ്ടിപ്പോകരുതെന്നും കൂടി മുത്തശ്ശി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളൊരു വാശിയും കൂടി ഇപ്പൊ അവരുടെ രണ്ടാളുടെയും മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് എന്നെ നയനോട് പറയുന്നുണ്ട്, എന്തായാലും ജ്വല്ലറിൽ ഒരു തിരിമറി നടത്തിയതിന്റെ പേരിലോ ആ നെക്ലേസിന്റെ പേരിലോ അല്ല നാഗേന്ദ്ര ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയേക്കുന്നത്. അങ്ങനെ ഒരു ചതി സ്വന്തം ഭർത്താവിനോട് അപ്പച്ചി ചെയ്തെങ്കിലും അതിനേക്കാൾ വലിയൊരു ചതി ഇതിന്റെ പിന്നിലും നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പൊ നയനയും പറയുന്നുണ്ട്, അപ്പച്ചി ചതിച്ചതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ ആദർശേട്ടാ. ശങ്കരേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നാഗേന്ദ്രയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇങ്ങനെ ഒരു ചതി ഇതിന്റെ പിന്നിൽ നടന്നിട്ടും അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു സാവകാശം പോലും മുത്തശ്ശനൊന്നും നൽകിയില്ല. പക്ഷെ അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ആ നഷ്ടങ്ങളൊന്നും നികത്താനും പറ്റില്ല. നമ്മൾ അയാളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതേ നയനെ, നീ പറഞ്ഞത് ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നാതെയില്ല. ചില സമയത്ത് അപ്പച്ചി അയാളോട് ചെയ്ത ഈ ചതിയെക്കുറിച്ച് ഓർക്കുമ്പം എനിക്കും സങ്കടമൊക്കെ വരാറുണ്ട്. അയാൾക്ക് അയാളുടെ ജീവിതം തന്നെയല്ലേ നഷ്ടപ്പെട്ടത്. ഭാര്യയും മക്കളും ഒത്ത് സന്തോഷത്തോടെ അയാൾ ഈ തറവാട്ടിൽ ജീവിക്കേണ്ടതല്ലായിരുന്നോ? അയാൾക്ക് ഇങ്ങനൊരു വിധി ഉണ്ടായതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ ആദർശ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ നാഗേന്ദ്രയുടെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല. അയാൾ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത ആളാണ്. അയാൾ വന്നതിന് ശേഷം നമ്മുടെ ജ്വല്ലറിക്കും അതിന്റെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് നാഗേന്ദ്രനും. മുത്തശ്ശന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു തിരിമറി നടത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായ കാര്യമാണെന്ന് തന്നെ ആദർശ് പറയുക കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, അതെ ആദർശേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് ശരി. അയാളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അയാൾക്കത് നേരത്തെ ആകാമായിരുന്നല്ലോ. മൂർത്തി ജ്വല്ലറിയുടെയും അനന്തപുരി തറവാടിന്റെയും സ്വത്തും പണവും ഒക്കെ മോഹിച്ചിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ അയാൾക്കതൊക്കെ നിഷ്പ്രയാസം നേടിയെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അയാൾ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. അയാൾക്ക് വേണ്ടി അയാൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് തന്നെ പറയുകയാണ് നയന. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതെ, അതിനോട് എനിക്കും ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ചനും ഉൾപ്പെടെ എല്ലാവരും ഇതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോഴും ഞാൻ അതിന്റെ പിന്നാലെ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുക കേട്ടോ. ഇനി അഥവാ അയാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ലായിരുന്നു. കാരണം അയാൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജ്വല്ലറിക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ നാഗേന്ദ്രയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നാഗേന്ദ്രയോട് ഇത്രയധികം ശത്രുത കാണിക്കേണ്ട ആവശ്യം ഈ തറവാട്ടിലെ ആർക്കുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെന്തൊക്കെയോ ഗൂഢതന്ത്രങ്ങൾ നടന്നിട്ടുണ്ട് നയനെ. എന്നാൽ അതൊന്നും നമ്മളോട് ആരും അങ്ങോട്ടേക്ക് കൂടുതൽ വിട്ടു പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടത്. പിന്നെ അപ്പച്ചിയുടെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോഴും അപ്പച്ചിയുടെ സ്വഭാവത്തിലെ കാര്യമായ മാറ്റമൊന്നുമില്ല. തട്ടിപ്പും ചതിയും വഞ്ചനയൊക്കെ ഇപ്പോഴും അപ്പച്ചിയുടെ മനസ്സിലുണ്ട്. അതേ സ്വഭാവം തന്നെ അബിക്ക് കിട്ടിയിരിക്കുന്നത്. സ്വന്തം മക്കളുടെ ഭാവി പോലും അപ്പച്ചിക്ക് ഒരു വിഷയമല്ല. മക്കളോ ഭർത്താവോ സ്വന്തം തറവാട്ടിലുള്ളവരോ ആരെയും കുറിച്ചും അപ്പച്ചിക്ക് ഒരു വീണ്ടു വിചാരവും ഇല്ല. സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകും. അതിലൊന്നും ഒരു മടിയുമില്ല. നീയും നിന്റെ ചേച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം തറവാട്ടിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് അപ്പച്ചിയുടെ ഭാഗവും അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും ഇളയച്ചനും ഇളയമ്മയ്ക്കും ഒക്കെ എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ അവർക്ക് എന്തായാലും നന്നായിട്ട് അറിയാം. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഭാവം ഞാൻ ശ്രദ്ധിച്ചതാണ്. ഇളയമ്മയുടെയും ഇളയച്ചൻ്റെയൊക്കെ അവർക്ക് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ശങ്കരേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇളയച്ചനോട് പറയാൻ ചെന്നപ്പോൾ ഇളയച്ചൻ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ആ സമയത്തും ഇളയച്ചൻ്റെ മനസ്സിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. അയാൾ എന്നും കുടുംബത്തിന് ദോഷം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ഈ കുടുംബം തന്നെ തകർക്കാൻ നോക്കിയവനാണ് അയാളെന്നും മുത്തശ്ശനെയും മറ്റുള്ളവരെയും അയാൾ ചതിച്ചതാണെന്നും ഒക്കെ അജയൻ തറപ്പിച്ച് തന്നെ പറയുകയാണ് ആദർശിൻ്റെ അടുത്ത്. എന്നാൽ സത്യത്തിൻ്റെ ഒരു അംശം പോലും അവൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നും ഇതിന്റെ പിന്നിൽ നിങ്ങൾ അറിയാത്ത മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അജയൻ. അങ്ങനെ നയനയും ആദർശും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നുള്ള കാര്യം ഇനി ഈ തറവാട്ടിലുള്ള ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ രഹസ്യങ്ങൾ ഇനിയും നമുക്ക് വിദൂരമായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇതിന്റെ പിന്നാലെ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താനല്ലേ എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇനി ആരെയും അറിയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയുകയാണ് നയനയോട് ആദർശ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അന്ന് ഇയാൾക്ക് ഇത്രയും ദേഷ്യവും വാശിയും വൈരാഗ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സംഭവത്തിന് ശേഷം അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് അയാൾക്ക് ഈ അനന്തപുരി തറവാടിനോടും ഇവിടെയുള്ളവരോടും ഇത്ര അധികം ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ തറവാടിനെയും നമ്മുടെ ബിസിനസ്സിനെയൊക്കെ അയാൾ തകർക്കാൻ നോക്കുന്നത്. ഇത്രയും നാളും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ടിരുന്ന ആള് പെട്ടെന്ന് തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ നയനെ. അതുതന്നെയാണ് അയാളുടെ കാര്യത്തിലും സംഭവിച്ചത്. അതുകൊണ്ട് അയാളെ നമുക്കങ്ങനെ കുറ്റപ്പെടുത്താനും കഴിയില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ശങ്കരേട്ടനിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഇതേക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്ന ആരും തന്നെ നമ്മളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനും കൂട്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനി എങ്ങനെ ഈ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും ആദർശേട്ടാ? എനിക്കാണെങ്കിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മൾ നേരിട്ട് നാഗേന്ദ്രയെ ഒന്ന് കണ്ടാലോ? നാഗേന്ദ്രയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അതിനുശേഷം അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ ക്ലിയർ ആകുമല്ലോ എന്നിങ്ങനെ നയന പറയുകയാണ്. എല്ലാ പഴുതുകളും അടയുമ്പോൾ ഒരു വാതിൽ നമുക്കായി തുറക്കുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ നാഗേന്ദ്രയോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ വഴിയില്ല. പിന്നെ നമ്മളോടും നമ്മുടെ വീട്ടുകാരോടും ഒക്കെ ഇത്രയധികം ശത്രുത വെച്ച് പുലർത്തുന്ന ആള് എല്ലാ സത്യങ്ങളും നമ്മളോട് തുറന്നു പറയണമെന്നുമില്ല. അയാളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും നമ്മളോടുള്ള ശത്രുതയൊന്നും അത്ര നിസ്സാരമായി കാണാൻ നമുക്ക് കഴിയില്ല. അത് അയാളുടെ മനസ്സിൽ ആളി കത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു മാർഗം പകരം വീട്ടാനായിട്ട് സ്വീകരിച്ചേക്കുന്നത്. നയന പറയുന്നുണ്ട്, അതെ, അത് ശരിയാ ആദർശേട്ടൻ പറഞ്ഞത്. അയാളുടെ വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയി ചോദിച്ചാൽ അയാളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുമില്ല. എന്തായാലും അയാളുടെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയാളെ ഇങ്ങനെ ശത്രുവിനെ പോലെ കാണേണ്ട കാര്യമില്ലല്ലോ ആദർശേട്ടാ. അയാളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തത കിട്ടിയേനെ. പിന്നീട് നമുക്ക് അയാളും മുത്തശ്ശനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനും കഴിഞ്ഞേനെ. നാഗേന്ദ്രയുടെയും മുത്തശ്ശന്റെയും മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതിനെ അപ്പച്ചിയും അതുപോലെ ഇളയച്ചനും ഒക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വലിയ കാര്യമാക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതെ, അങ്ങനെ ചെയ്യാൻ തന്നെയാണ് എൻ്റെയും പ്ലാൻ. എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ അയാളെ കാണാൻ പോകുന്ന സമയത്ത് എന്നെ കൂടി ആദർശേട്ടൻ വിളിക്കണം. ഞാനും അയാളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്കും അയാളെ കാണണം, അയാളുമായിട്ട് സംസാരിക്കണം. പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്നുള്ളത് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. നമ്മളോടൊക്കെ ഇത്രയധികം ശത്രുത കാണിക്കാൻ അയാളുടെ മനസ്സിൽ എന്താണ് ഇത്ര എന്നുള്ളതൊക്കെ അറിയണമല്ലോ എന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ നയനയും. അങ്ങനെ ആദർശം നയനയും രണ്ടും കൽപ്പിച്ച് നാഗേന്ദ്രയെ കാണാനായിട്ട് അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ചെല്ലുകയാണ്. ആദ്യം ആദർശനെ നയനെ കാണുമ്പോൾ അയാളെ സംസാരിക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. മുത്തശ്ശനോടും ജലജയോടും ഉൾപ്പെടെ ആ കുടുംബത്തോട് എന്തുമാത്രം ശത്രുതയും വൈരാഗ്യവും മനസ്സിലുണ്ടെന്നുള്ള കാര്യം അയാൾ അത് ഇവർക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ്.
അതുകൊണ്ട് നിങ്ങളോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ വഴിക്ക്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക്. എങ്ങനെ പോയാലും അവരോട് ഞാൻ എൻ്റെ കണക്ക് ചോദിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടതും ഈ നിലയിലേക്ക് ഞാൻ ഉയർന്നു വന്നതും. അതുകൊണ്ടൊരു സന്ധ്യ സംഭാഷണത്തിനൊന്നും എന്നെ കിട്ടില്ല ആദർശേ. നീ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രൻ അവരെ തിരിച്ചു പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ശങ്കരേട്ടനെ കണ്ടായിരുന്നു. അന്ന് ജ്വല്ലറിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ശങ്കരേട്ടൻ എന്നോട് പറഞ്ഞു. അപ്പച്ചിയുടെ നാത്തൂന്ന് അങ്ങനെ ഒരു ചതി ഉണ്ടായത് അത് ഞങ്ങൾക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി നിങ്ങളും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ പങ്കും വളരെ വലുതാണ്. അത് ഞങ്ങൾക്ക് ശങ്കരേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. എന്നാലും ഇപ്പോഴും ചുരുളഴിയാത്ത ചില രഹസ്യങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട്. അബിയും അബസിയും തറവാട്ടിലും അതുപോലെ തന്നെ ജ്വല്ലറിയിലും ഒരുപാട് തിരിമറികൾ നടത്തുകയും ഒരുപാട് പൊറുക്കാൻ വയ്യാത്ത തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും മുത്തശ്ശൻ അവരെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. തക്കതായ ശിക്ഷയും താക്കീതും നൽകി അവരെ തറവാട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ആ സമയത്തും ജ്വല്ലറിൽ ഇതുപോലൊരു തിരിമറി നടന്നതിന്റെ പേരിൽ മുത്തശ്ശൻ നിങ്ങളെ പുറത്താക്കിയതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. അന്നും ഇന്നും മുത്തശ്ശന്റെ നിലപാടുകൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നും മുത്തശ്ശന്റെ തീരുമാനങ്ങളാണ് അനന്തപുരം തറവാടിന്റെ അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചതിക്ക് പിന്നിൽ വേറൊരു കൊടുംചതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് കൂട്ടാക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ജ്വല്ലറിയിൽ നിന്ന് മാത്രമല്ല തറവാട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ അടിച്ച് പുറത്താക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ശക്തമായൊരു കാരണമുണ്ട്. അതുകൊണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്നൊന്ന് വ്യക്തമായി പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്നൊക്കെ നയനം പറയുന്നുണ്ട്. ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതൊന്നും ഓർക്കാൻ എനിക്ക് താല്പര്യവുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളാണെങ്കിലും അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും നീറിപ്പോകുന്നുണ്ട്. പക്ഷേ അത് മറ്റൊരാളോട് പറയാൻ എനിക്കാവില്ല. പക്ഷെ അന്ന് എന്താ സംഭവിച്ചെന്നൊക്കെ ഉള്ളത് ഞാൻ അതൊക്കെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നതാന്നേ നിങ്ങളുടെ തറവാട്ടിലുള്ളവർ പറയുകയുള്ളൂ. അതുകൊണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊന്നും വിട്ടു പറയാൻ തയ്യാറല്ലെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ സംശയിച്ചത് ശരിയാണ്. ജലജ മാത്രമല്ല എന്നോട് അന്ന് അവർ കൊടുംചതി ചെയ്തത്. ജലജയ്ക്ക് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നാണ് എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനായി ഇങ്ങനൊരു നാടകം കളിച്ചത്. എന്നാൽ നിങ്ങളുടെ മുത്തശ്ശൻ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനോ എൻ്റെ ഭാഗത്ത് ന്യായം എന്താണെന്ന് കണ്ടെത്താനോ ഒന്നും തന്നെ തയ്യാറായില്ല. വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്ന രീതിയിലാണല്ലോ മൂർത്തിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. സത്യങ്ങൾ തുറന്നു പറയാനോ അത് കേൾക്കാനുള്ള ക്ഷമയോ പോലും അയാൾ കാണിച്ചില്ല. ഞാൻ സത്യങ്ങൾ പലതവണ തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ അയാൾ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. അത്രത്തോളം എന്നോട് ശത്രുത കാണിച്ചവർ നിങ്ങളുടെ മുത്തശ്ശന്റെ മനസ്സിൽ വിഷം കയറ്റി വെച്ചു. മുത്തശ്ശനെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എൻ്റെ ഭാഗത്ത് ന്യായം കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത രീതിയിൽ അയാളുടെ മനസ്സ് മാറ്റിയെടുത്തു. എൻ്റെ ഭാഗത്ത് ന്യായം പോലും കേൾക്കാൻ അയാൾ അന്ന് കൂട്ടാക്കാഞ്ഞത് അതുകൊണ്ടാണെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. എന്തിന് എൻ്റെ മക്കളുടെ മുമ്പിൽ പോലും എന്നെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ച് അവരെ എന്നിൽ നിന്ന് പാടെ അകറ്റുകയല്ലേ ചെയ്തത്. എല്ലാം ഞാനിപ്പോൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അമ്മ എത്രത്തോളം മോശക്കാരിയാണെന്നുള്ളത് അവർക്ക് വയ്യാതെ തന്നെ മനസ്സിലായിക്കോളും. അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാനായിട്ട് പറയുന്നില്ല. തറവാട്ടിൽ ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയാൽ അതിനെ വിമർശിച്ച് ഒരുപാട് പേര് രംഗത്ത് വരും. അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് നാഗേന്ദ്രൻ ആദർശനോട് നയനോടുമായിട്ട് പറയുന്നുണ്ട്, ജലജ മാത്രമല്ല എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചത്. ജലജയ്ക്കൊപ്പം സഹായത്തിന് ആ തറവാട്ടിൽ മറ്റാരൊക്കെയോ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നാണ് എന്നെ ഇതുപോലൊരു ചതിയിലേക്ക് തള്ളിവിട്ടത്. നിങ്ങളുടെ മുത്തശ്ശനോട് അവരെന്തൊക്കെ നുണക്കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു തെറ്റിന്റെ പുറത്തുകൊണ്ട് മാത്രമല്ല മൂർത്തി സാർ അന്ന് എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ്. എന്നെക്കുറിച്ച് മോശമായ രീതിയിൽ അവർ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാഗത്തെ ന്യായം കേൾക്കാനോ എനിക്ക് എന്താണ് പറയാനുള്ളതെന്നോ കേൾക്കാൻ പോലും അവരാരും കൂട്ടാക്കിയില്ല. പകരം എന്നെ അടച്ചാക്ഷേപിച്ച് എന്നെ തല്ലി പരികൽപ്പിച്ച് തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലേ ചെയ്തത്. ആ ഒരു വൈരാഗ്യവും ശത്രുതയും ആ ഒരു പകയും വൈരാഗ്യവും ശത്രുതയൊക്കെ അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നാൾക്ക് നാൾ അത് വളർന്നു വരികയല്ലാതെ അതിനൊരു ശമനം ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കളുടെ മുമ്പിൽ പോലും എന്നെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ച് ജലജയെ തറവാട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കണം. അവള് ആ തറവാട്ടിൽ ജീവിക്കാൻ ഒട്ടും അർഹതയില്ലാത്തവളാണ് എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് വീണ്ടും നാഗേന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ജലജ അപ്പച്ചയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ചതിക്ക് കൂട്ടുനിന്നത് ആരാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് സംശയം നിന്റെ ഇളയച്ചനെയും ഇളയമ്മയും ആണ്. നിന്റെ മുത്തശ്ശൻ ഇതുവരെ കണ്ടുപിടിക്കാത്ത ചില രഹസ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ജലജയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഇളയച്ചനും ഇളയമ്മയും കൂടി ജ്വല്ലറിയിൽ അല്ലറ ചില്ലറ തിരിമറികളൊക്കെ നടത്തിയിട്ടുണ്ട്. ജലജയുടെയും അറിവോട് കൂടിയാണ് അവരതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അന്ന് ആ ഒരു നെക്ലേസ് പോയതിന് പിന്നിലും ഇവർക്കും ഒരു പങ്കുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. രണ്ടുപേർക്കും ആ ഒരു നെക്ലേസിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ രണ്ടുപേരും കൂടി ഒത്തുകളിച്ചത്.
എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഇളയമ്മയും ഇളയച്ചനും അത്ര നല്ലവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്കും പണത്തിനോടും സ്വർണത്തിനോടും അധികാരത്തോടും ഒക്കെ ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. ജലജയുടെ സ്വഭാവം പിന്നെ പറയണ്ടല്ലോ. അവക്ക് പണ്ട് മുതലേ പണത്തിനോടും സ്വർണത്തിനോടും ആർത്തിയാണ്. എന്ത് കിട്ടിയാലും അവക്കതൊന്നും മതിയാവുകയില്ല. എത്ര കിട്ടിയാലും അവക്കത് തികയില്ല. ജ്വല്ലറിയിലെ പുതിയ പുതിയ ഫാഷനിലുള്ള ഓർണമെന്റ്സ് വരുമ്പം അന്ന് അവിടെ ജോലിക്ക് നിന്ന സ്വർണ്ണപ്പണിക്കാർക്ക് ഇച്ചിരി ചില്ലറ കൊടുത്തിട്ട് അതേ ഫാഷനിലുള്ള ഗോൾഡ് ഇവളും പണിയിപ്പിക്കുമായിരുന്നു. അതിന്റെ ഒന്നും കണക്ക് ഇതുവരെ ആരും പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ ജാനയ്ക്ക് വേണ്ടിയും അജയൻ ഇങ്ങനെ ചില തിരുമറകളൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുത്തശ്ശൻ കമ്പനിയുടെ എല്ലാ കണക്കുകളും എന്നെ ഏൽപ്പിച്ച സമയത്ത് ഞാൻ ഇതെല്ലാം കണ്ടുപിടിക്കുകയും ഞാൻ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തായിരുന്നു. അന്ന് മുതൽ തന്നെ അജയനും ജാനയ്ക്കും ജലജയ്ക്കും ഒക്കെ എന്നോടൊരു എതിർപ്പുണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ അജയന്റെ കാര്യം മൂർത്ത സാറോട് പറയാനായിട്ട് പോയപ്പോൾ ജലജ എന്നെ സമ്മതിച്ചില്ല. അങ്ങനെ ജലജയ്ക്കും അതിലൊരു പങ്കുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീട് അവളുടെ ഓരോ നീക്കങ്ങളും ഞാൻ നിരീക്ഷിച്ചു. അങ്ങനെയാണ് അവൾ എന്നെ ചതിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. എന്നിട്ടും പല പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ മുഖം ഓർത്തുകൊണ്ട് ഞാൻ അതൊക്കെ ക്ഷമിക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ടും ആ നെക്ലേസിന്റെ കേസ് വന്നപ്പോൾ അവൾ എന്നെ പാട് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളോ ഒന്നും തന്നെ അവർ കണക്കിലെടുത്തില്ല. നിന്റെ ഇളയച്ചനും ഇളയമ്മയ്ക്കും എന്നെ ആ തറവാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. അതുപോലെ തന്നെ എന്റെ ഭാര്യയായ ജലജയ്ക്കും. അവക്കൊരു രഹസ്യ കാമുകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അതും ഞാൻ പിടിച്ചതാണ്. അന്ന് ചോദ്യം ചെയ്ത സമയത്ത് ജലജ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ്. ഈ വിവരം തറവാട്ടിലെ എല്ലാവരും പറഞ്ഞാൽ തനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ലെന്നും എല്ലാവരും എന്നെ ഒരു മോശക്കാരിയായിട്ട് കാണുമെന്നും പിന്നെ എൻ്റെ മക്കളുടെ അമ്മയായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആ സത്യം ഞാൻ ആരെയും അറിയിക്കാതിരുന്നത്. പിന്നീടും അയാളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും എന്നെ അവർ തകർത്ത് കളയുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരോട് ഇത്ര അധികം ദേഷ്യവും. എന്നാൽ എനിക്ക് ഈ സത്യങ്ങളൊക്കെ നിന്റെ മുത്തശ്ശനോട് പറയാൻ ഒരു അവസരം പോലും കിട്ടിയില്ല. അവസരം കിട്ടിയപ്പോൾ അതിനാരും സമ്മതിച്ചുമില്ല. അവരുടെ കള്ളങ്ങൾ വെളിച്ചത്താകാതിരിക്കാൻ വേണ്ടിയും അവരെ രക്ഷപ്പെടാൻ വേണ്ടിയുമാണ് അവരെന്നെ കരുവാക്കിയത്. അതിൽ ഞാൻ വീണു പോവുകയും ചെയ്തു. തിരിച്ചു കയറാൻ പറ്റാത്തത്ര താഴ്ചയിലേക്കാണ് അവരെന്നെ തള്ളിയിട്ടത്. എന്നിട്ടും ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്താണ്. അന്ന് മുതൽക്ക് തന്നെ എൻ്റെ മനസ്സിൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിന്റെ മുത്തശ്ശനെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ നാഗേന്ദ്രൻ. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ആദർശനും നയനയ്ക്കും ഇങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. ഇളയച്ചനും ഇളയമേയും ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടു നിൽക്കുമെന്ന് അവരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ നാഗേന്ദ്രയോട് ഇച്ചിരി അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യവും നമ്മുടെ അജയന് നാഗേന്ദ്രയോട് ഉണ്ടായിരുന്നു. ആ ഒരു ദേഷ്യവും എല്ലാം കൂടെയാണ് ഈ ഒരു രീതിക്ക് കണക്ക് തീർത്തത്. എന്തായാലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആദർശം നയനം തിരിച്ച് തറവാട്ടിലേക്ക് എത്തുകയാണ്. നാഗേന്ദ്രയെ കാണാൻ പോയ വിവരങ്ങളൊക്കെ ദേവയാനിയോടും പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി ഉൾപ്പെടെ എല്ലാവരും അവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. മുത്തശ്ശൻ തന്നെ തറവാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ ഒരാളുടെ പിന്നാലെ നിങ്ങൾ വീണ്ടും പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുക കേട്ടോ. ആ സമയത്ത് ജാനകിയും അജയനും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും നാഗേന്ദ്രയുടെ കാര്യം പറഞ്ഞ് ആദർശനോടും നയനോടും ദേഷ്യപ്പെടുന്ന സമയത്ത് ആദർശ് എന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി. നാഗേന്ദ്രൻ ചില കാര്യങ്ങൾ ഞങ്ങളെ സൂചിപ്പിച്ചെങ്കിലും അതൊന്നും ഞങ്ങൾ അത്ര വിശ്വാസയോഗ്യമായി എടുത്തില്ല. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ളവരെക്കുറിച്ച് അയാൾ പറയുന്ന കാര്യം അങ്ങനെ വിശ്വസിക്കണമെന്ന് തന്നെ ഞങ്ങൾ സംശയിച്ചിരുന്നു. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി അയാൾ പറയുന്നതിലും ചില സത്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. എന്തായാലും ഇളയമ്മ ഇളയച്ചനും അപ്പച്ചയും കൂടെ ഇങ്ങനെ ഒരു മനുഷ്യനെ തകർക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകിയും അജയനും ജയനും കൂടെ ആദർശന് നേരെ ചൂടാവുന്നുണ്ട്. നീ എന്തുവാണ് പറയുന്നത്? ഈ തറവാട്ടിലേക്ക് എങ്ങനെയും തിരിച്ചു കയറാൻ വേണ്ടിയുള്ള നാടകം അവൻ കളിക്കുന്നത്. ഞങ്ങളെ കരുവാക്കിക്കൊണ്ട് അവൻ അവന്റെ ഭാവം ന്യായീകരിക്കാനാണ് നോക്കുന്നത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ളത് വരുത്താനാണ് നോക്കുന്നത്. നീ അവൻ പറഞ്ഞു കേട്ട് വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അവർ തിരുമറി നടത്തിയതിൻ്റെ രേഖകളെല്ലാം തന്നെ നമ്മുടെ നാഗേന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഇത് മൂർത്തി സാറിൻ്റെ മുഖത്ത് വലിച്ചെറിയാനെന്നും പറഞ്ഞാണ് അയാളത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റുകളെല്ലാം തന്നെ ആദർശിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് കേട്ടോ നാഗേന്ദ്രൻ. അങ്ങനെ ആ ഒരു തെളിവുകളെല്ലാം തന്നെ നമ്മുടെ ആദർശ് മുത്തശ്ശൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ സ്വന്തം മോനും മോളായിട്ട് കരുതിയ ജലജയുമാണ് ഈ തറവാടിനോടും ഈ കുടുംബത്തിലുള്ളവരോടും ഇത്ര അധികം വലിയൊരു ക്രൂരത ചെയ്തതെന്നും ഈ ഒരു ചതി ചെയ്തതെന്നൊക്കെയുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചറിയുകയാണ്. ജാനകി അത്യാവശ്യം സാമ്പത്തികമില്ലാത്ത വീട്ടിലെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവര് ജാനകിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരികയും എല്ലാവരെയും പോലെ ആ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെയാണ് എല്ലാവരും കണ്ടത്. എന്നാലും അപ്പോഴും ജാനകിക്ക് ചില കുശുമ്പുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ജലജയ്ക്ക് പിന്നെ പണ്ടേ ഈ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പം ജാനകിയും കൂടെ കിട്ടിയതുകൊണ്ട് ജാനകിയും ജലജയും കൂടെ ഒത്തു പ്ലാൻ ചെയ്താണ് അജയനെ കൊണ്ട് ഈ തിരുമറികളൊക്കെ നടത്തിച്ചത്. അവസാനം ഭാര്യയുടെ വാക്ക് കേട്ട് അജയൻ അതിൽ പെട്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്.
എന്തായാലും ആ ഒരു തിരിമറിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അച്ഛനെ മുമ്പിൽ പിടിക്കപ്പെടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ 3 പേരും കൂടെ ചേർന്ന് നാഗേന്ദ്ര ഇതിൽ കരുവാക്കിയത്. അതുകൊണ്ടാണ് നാഗേന്ദ്രയ്ക്ക് ഇങ്ങനൊരു തിരിച്ചടി നേരിടേണ്ടി വന്നതും തറവാട്ടിൽ നിന്നും ജ്വല്ലറിയിൽ നിന്നും അടിച്ചു പുറത്താക്കപ്പെട്ടതും. എന്തായാലും ഈ സത്യങ്ങളൊക്കെ വൈകിയാണെങ്കിലും മുത്തശ്ശന് മുമ്പിൽ ആദർശ് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അജയനും ജാനകിയും ജലജയുമാണ് യഥാർത്ഥ പ്രതികളെന്ന് എല്ലാവരും ആ സമയം തിരിച്ചറിയുകയാണ്. ഒടുവിൽ താൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിടിക്കപ്പെട്ടു എന്ന് ഓർക്കുമ്പം അജയന് വലിയൊരു കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. അജയൻ മുത്തശ്ശന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അച്ഛാ, എന്നോട് പൊറുക്കണം. ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയതാണ്. ഒരിക്കലും നാഗേന്ദ്രയെ ഇതിൽ കരുവാക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ജലജയും ജാനകിയും കൂടെ അന്ന് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ കൊണ്ട് അങ്ങനെ ഒരു ചതി ചെയ്യിപ്പിച്ചതാണ്. ഈ ജാനകിയും ജലജയുമാണ് എന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിച്ചത്. ജ്വല്ലറിയിൽ പുതിയ ഭാഷയിലുള്ള ഓർണമെന്റ്സ് ഒക്കെ വരുമ്പോൾ അതേപോലത്തെ ഓർണമെന്റ്സ് ഇവർക്കും വേണമെന്നും പറഞ്ഞ് ഇവരൊരുപാട് വാശി പിടിക്കുകയും എന്നെ കൊണ്ട് അത് ബലമായി മേടിപ്പിക്കുകയൊക്കെ ചെയ്തു വച്ചാ. ആ സമയത്ത് ഞാൻ ഇച്ചിരി ഫിനാൻഷ്യലി പുറകോട്ടായിരുന്നു. അന്ന് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം നടത്തേണ്ടി വന്നു. അച്ഛൻ എന്നോട് പൊറുക്കണം. അതിൽ പിന്നെ ഒരിക്കലും ഞാൻ നമ്മുടെ തറവാടിനെയോ നമ്മുടെ ജ്വല്ലറിയെ ചതിക്കാൻ നോക്കിയിട്ടില്ല അച്ഛാ. അച്ഛൻ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അജയൻ മുത്തശ്ശന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്നാൽ സ്വന്തം മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവരെ മുത്തശ്ശൻ തറവാട്ടിൽ വെച്ച് വാടിക്കില്ല. നാഗേന്ദ്രയല്ല, നാഗേന്ദ്ര ഇവിടെ നിരപരാധിയാണെന്നും യഥാർത്ഥത്തിൽ ഈ തെറ്റുകളെല്ലാം ചെയ്തത് ജലജയും ജാനകിയും അജയനും കൂടിയാണെന്നൊക്കെയുള്ളത് തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചുപോയി നിൽക്കുകയാണ് മുത്തശ്ശൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്